ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സോളാറിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നോക്കാം. അത് നമ്മൾ പൊതുവെ വീടുകളിലൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ കറണ്ട് ഇല്ലാത്തപ്പോൾ സോളാർ വർക്ക് ചെയ്യാത്തത് എന്നുള്ളത്. ശരിക്കും എന്തുകൊണ്ടാണ് കറണ്ട് ഇല്ലാത്തപ്പോൾ സോളാർ വർക്ക് ചെയ്യാത്തത്? നമ്മളോട് എല്ലാ കസ്റ്റമറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കറണ്ട് ഇല്ലാത്തപ്പോൾ എന്തുകൊണ്ടാണ് സോളാർ വർക്ക് ചെയ്യാത്തത് എന്നുള്ളത്. അതായത് നമുക്ക് 3 തരത്തിലാണ് നമുക്ക് ഈ സോളാർ ഫിറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഒന്ന് ഓൺ ഗ്രിഡ് ആയിട്ടും, ഒന്ന് ഓഫ് ഗ്രിഡ് ആയിട്ടും, ഒന്ന് ഹൈബ്രിഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് നമ്മൾ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഗ്രിഡിലേക്കാണ് നമ്മൾ പാനൽ ടു ഇൻവെർട്ടറിന് നമ്മൾ നേരെ ഗ്രിഡിലേക്കാണ് കൊടുക്കുക. പിന്നെ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ നമ്മൾ പാനലിന് ഡയറക്റ്റ് ബാറ്ററിയിലേക്കാണ് കണക്ഷൻ, ഇൻവെർട്ടർ വഴി ബാറ്ററിയിലേക്കാണ് ചാർജ് ചെയ്യുക. പിന്നെ അടുത്ത സിസ്റ്റം എന്താ വെച്ചാൽ ഹൈബ്രിഡാണ്. അതായത് പാനലിന് ഡയറക്റ്റ് ഇൻവെർട്ടറിന് നേരെ ഗ്രിഡിലേക്ക് കണക്ഷൻ കൊടുക്കും. അഥവാ ഗ്രിഡിൽ കണക്ഷൻ ഇല്ലെങ്കിൽ നേരെ ബാറ്ററിയിലേക്ക് ചാർജിങ് നടക്കും. അങ്ങനെ 3 ടൈപ്പിലാണ് നമ്മൾ സോളാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഹൈബ്രിഡിലാണ്. അതുപോലെ ഓൺ ഗ്രിഡാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം ഇപ്പോൾ നമുക്കിവിടെ അധികം കറണ്ട് പോകാത്തത് കൊണ്ട് ഓൺ ഗ്രിഡാണ് ഏറ്റവും നല്ലത്. നമുക്ക് ക്യാഷ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഓൺ ഗ്രിഡാണ്. അതായത് നമ്മൾ നേരെ സോളാർ പാനലിൽ നിന്ന് വന്നിട്ട് നേരെ ഗ്രിഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. നമ്മൾ ഉപയോഗിച്ച ബാക്കി നേരെ എക്സ്പോർട്ട് ചെയ്യുന്നു. അതായത് വീട്ടിൽ ഉപയോഗിച്ച് ഇത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണിയാണ് ഏകദേശം സോളാറിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഏകദേശം പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 11 to 3, അതായത് 11 മണി മുതൽ ഒരു 3 മണി വരെയാണ് നമുക്ക് പീക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് യൂസേജ് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 6 മണി വിട്ടിട്ട് വൈകിട്ട് 6 മണി വിട്ടിട്ട് പകൽ 6 മണി വരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് ഏകദേശം ബാലൻസ് ചെയ്ത് പോകും. പിന്നെ അത് വെച്ചാൽ ഓഫ് ഗ്രിഡിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നേരെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലോഡ് ഉപയോഗിക്കുക. പക്ഷേ ഓഫ് ഗ്രിഡിൽ അധികം ഹെവി ലോഡൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് കൂടുതൽ കറണ്ട് ഉള്ളത്, അതായത് AC അതുപോലത്തെ ഹെവി ലോഡൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കൂടുതൽ വെക്കേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് ഏകദേശം ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ 15 to 20 ഏകദേശം ആ റേഞ്ച് വരും ഒരു ബാറ്ററിക്ക്. എന്നൊരു 4 ബാറ്ററിയെങ്കിലും വേണം അത്യാവശ്യം നല്ലൊരു സോളാർ വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് നോക്കുമ്പോൾ അങ്ങനെ ഒരു എക്സ്പെൻസ് ഒരു 80,000 അടുത്ത് ഒരു എക്സ്പെൻസ് വരും. അപ്പോൾ ഈ ഓൺ ഗ്രിഡിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്കിപ്പോൾ സ്വതവേ കറണ്ട് പോക്ക് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഓൺ ഗ്രിഡാണ് ചൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതിൽ നിന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഹൈബ്രിഡിലാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഓൾറെഡി കറണ്ട് പോയാലും നമുക്ക് ബാറ്ററിൻ്റെ ബാക്കപ്പ് ഉണ്ടാവും. അതായത് ഒരു 4 ബാറ്ററി 48 വോൾട്ടിലൊക്കെയാണ് ഹൈബ്രിഡ് അധികം യൂസ് ചെയ്യുക. അതിപ്പോൾ ഏറ്റവും കൂടുതൽ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അതാകുമ്പോൾ 10 years വാറൻറ്റി ഉണ്ട്. പക്ഷേ അതിന് കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെക്കുന്ന 80,000 ബാറ്ററിനേക്കാൾ ഏകദേശം ഡബിൾ ആയിട്ട് റേറ്റ് വരും. അതായത് ഒരു 160 ഒക്കെ ഏകദേശം ആ റേഞ്ചിലേക്ക് വരും. അപ്പം കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഹൈബ്രിഡ് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. നമ്മളിപ്പോഴും ഏറ്റവും നല്ലത് ഓൺ ഗ്രിഡാണ്. ഇപ്പോൾ നമുക്ക് അധികം പവർ പോകാത്തതുകൊണ്ട് ഇൻ കേസ് പവർ പോകുകയാണെങ്കിൽ തന്നെ നൈറ്റിലായിരിക്കും, ഒരു 6 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും പോകുക. അപ്പം നമുക്ക് സോളാറിൻ്റെ പ്രൊഡക്ഷൻ അധികം വേസ്റ്റ് ആവുന്നില്ല.